എല്ലാവർക്കും നമസ്കാരം. കയ്യിൽ പണം നിൽക്കാത്ത 5 നക്ഷത്രക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാരായിരിക്കും നമുക്ക് നോക്കാം. ഭരണി, അത്തം, ചോതി, ഉത്രാടം, രേവതി. അപ്പോൾ ഇതൊരു ഷോർട്സാണ്. അപ്പോൾ ഷോർട്സിൻ്റെ ഒരു പൂർണ്ണ രൂപം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ നോക്കുക കയ്യിൽ പണം നിൽക്കാത്ത നക്ഷത്രക്കാർ. അപ്പോൾ ഗ്രഹനില വെച്ച് നോക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ആർക്കൊക്കെയാണ് നോക്കുക, നക്ഷത്രങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഗ്രഹനിലയിൽ നമുക്ക് അഷ്ടവർഗം എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അതിലൂടെ നോക്കാം. അഷ്ടവർഗം കൂടുതലാരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം അഷ്ടവർഗത്തെക്കുറിച്ച് അങ്ങനെ ആരും പറയാറൊന്നുമില്ല. അപ്പോൾ അഷ്ടവർഗം എന്ന് പറഞ്ഞാൽ ഓരോ രാശിയിലും 8 വർഗ്ഗക്കാർക്ക് വരുന്നൊരു സൂക്ഷ്മ ബലത്താണ് അഷ്ടവർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സൂര്യൻ മുതൽ ശനി വരെ 7 ഗ്രഹങ്ങൾ, പിന്നെ ലഗ്നം, അങ്ങനെ 8 വർഗ്ഗക്കാരുടെ സൂക്ഷ്മ ബലത്താണ്. അപ്പോൾ ഓരോ രാശിയിലും വരുന്ന ഓരോ ഗ്രഹങ്ങളുടെ ബലത്തെ ഒന്നായിട്ട് കൂട്ടിയിട്ട് ഒരു കൂട്ടുബലം. അപ്പോൾ അതൊക്കെ അടക്കട്ടെ. അപ്പോൾ പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്. അപ്പം 10ാം ഭാവത്തിൽ വീഴുന്ന അഷ്ടവർഗം അതിനേക്കാളും കൂടുതലായിരിക്കണം 11. 11 കുറവായിരിക്കണം 12. അതിനേക്കാളും കുറവായിരിക്കണം 6. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിലാണ് പണം ഉണ്ടാവുള്ളൂ. അല്ലാത്തവരുടെ കയ്യിൽ പണം നിൽക്കില്ല. അപ്പോൾ ഞാൻ പറയാം. 10ാം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഒരു 30 അഷ്ടവർഗം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നല്ല കർമ്മഗുണമൊക്കെ ഉണ്ടാവും 30 അപ്പം 11 ലാഭസ്ഥാനമാണ്. അപ്പോൾ 11ൽ 30 കൂടുതലായാൽ നല്ല ലാഭം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അധ്വാനിക്കുന്ന പൈസക്ക് അതിൽ കൂടുതൽ ലാഭം അവിടെ ഉണ്ടാവും. പണം നല്ല സമ്പാദിക്കാൻ കഴിയും. 12ാം ഭാവം എന്ന് പറഞ്ഞാൽ ലയസ്ഥാനമാണ്, ചിലവുകൾ. അപ്പോൾ 12ൽ അഷ്ടവർഗം കൂടിക്കഴിഞ്ഞാൽ ചിലവ് കൂടും. അപ്പോൾ ഈ സമ്പാദിച്ച പൈസയും അധ്വാനിച്ച പണവും എല്ലാം ചിലവായി പോകും. പിന്നെ 6ാം ഭാവം പറഞ്ഞാൽ രോഗം, അങ്ങനത്തെ ചിലവുള്ള ഭാഗം തന്നെ, ദുസ്ഥാനങ്ങളാണ്. അപ്പോൾ അതിലും അഷ്ടവർഗം കൂടിയാൽ നമുക്ക് രോഗങ്ങൾ, കടബാധ്യതകൾ, കേസ്, വഴക്ക്, അങ്ങനത്തെ രീതിയിലെല്ലാം നമ്മുടെ സമ്പാദ്യമൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് നോക്കുക. അപ്പോൾ പണം കയ്യിൽ നിൽക്കാത്ത നക്ഷത്രക്കാർ അറിയുമ്പോൾ നക്ഷത്രങ്ങൾ കൊണ്ടല്ല, ഗ്രഹനിലകൾ കൊണ്ട് നോക്കുകയാണെങ്കിൽ അഷ്ടവർഗം വെച്ച് നോക്കുകയാണെങ്കിൽ 10നേക്കാൾ കുറവായിരിക്കും 11, 11നേക്കാൾ കൂടുതലായിരിക്കും 12, 12നേക്കാൾ കൂടുതലായിരിക്കും 6. അങ്ങനെയൊക്കെ ഗ്രഹനില വന്നാൽ ആ ജാതകന് കയ്യിൽ പണം നിൽക്കില്ല. അത് കടങ്ങൾ കൊണ്ട് മുടിയും. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് വാട്സപ്പ് വഴി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ ഇതിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.